ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴൊരു 3 തക്കാളിയും ഒരു 2 ഉരുളക്കിഴങ്ങും വെച്ചിട്ട് ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം കാണിച്ചു തരാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു 2 ഉരുളക്കിഴങ്ങ് എടുത്ത് കുക്കറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാനാണ് കേട്ടോ. അപ്പം കുക്കറിലോട്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3-4 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. ഈ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പം നമുക്ക് ഇതൊന്ന് അടുപ്പത്തേക്ക് മാറ്റാം. അപ്പം ഇതൊന്ന് വേവുന്ന സമയം കൊണ്ട് ഞാൻ ദാണ്ടെ ഒരു 3 തക്കാളി എടുത്ത് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുതായിട്ട് തന്നെയാണ് കേട്ടോ ഒന്ന് അരിഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ദാണ്ടെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 4 വിസിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്റ്റീമൊക്കെ പോയപ്പോഴും ഞാനൊന്ന് ഓപ്പൺ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ദാണ്ടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ആ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചൊക്കെ എടുത്ത് കൊണ്ടുവരണം. അപ്പോൾ ഞാനിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കൊണ്ടുവരാം കേട്ടോ. ദാണ്ടെ തൊലിയൊക്കെ ഞാനൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒരു പൊട്ടറ്റോ സ്മാഷർ വെച്ചിട്ട് നല്ലപോലെ നുടച്ചെടുക്കാം. പൊട്ടറ്റോ സ്മാഷർ തന്നെ വേണമെന്നില്ല, ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൻ്റെ അടിഭാഗം വെച്ചോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇതൊന്നും ഞാൻ എടുത്ത് പറയേണ്ട കാര്യമൊന്നും ഇല്ല. അപ്പോൾ വേണ്ട ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ട് നമുക്കിതും അങ്ങോട്ട് മാറ്റി വെക്കാം. വളരെ പെട്ടെന്ന് ഷടപടേന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയും ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടീസ്പൂണോളം ചെറിയ ജീരകമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കടുക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കടുകൊന്നും ചേർക്കുന്നില്ല, ചെറിയ ജീരകം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ചെറിയ ജീരകം ഇതുപോലെ നല്ല പോലെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നീളത്തിലാണ് ഒന്ന് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണം എടുത്തിട്ട് അതും ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ ചേർത്തോളൂ. ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് മാറുന്നവരെയും അതൊന്ന് മൂത്ത് വരുന്നവരെയും നമുക്ക് നല്ലപോലെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പൊ ഈ തക്കാളി വെച്ചുള്ള റെസിപ്പികളൊന്നും ചെയ്യാനേ പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല വിലയല്ലേ. ഇപ്പോൾ ദാണ്ടെ അത്യാവശ്യം ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല പോലെ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു 1-2 മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് വഴറ്റി അതിൻ്റെ ഒരു പച്ചമണമൊക്കെ നല്ല പോലെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. അപ്പം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അത് ചേർക്കാം. നമ്മളിതിലേക്ക് ഉള്ളി ഒന്നും ചേർക്കുന്നില്ല, അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഉള്ളി വഴറ്റി സമയമൊന്നും കളയണ്ട, വളരെ ഷടപടേന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാണ് ഇനി തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് ഉടഞ്ഞ് വരുന്ന പാകം എത്തണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ അത്ര നേരം വഴറ്റിയൊന്ന് നിൽക്കുന്നില്ല. ഇതൊന്ന് ജസ്റ്റ് ഒന്നങ്ങ് എണ്ണയിലിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. പെട്ടെന്ന് തന്നെ ഒന്ന് ആയിക്കിട്ടു അടച്ചു വെക്കുമ്പോഴേക്കും. അപ്പോൾ ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചാലും ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഇത് പ്രത്യേകിച്ച് നോൺ സ്റ്റിക്കിൻ്റെ പാനൊന്നും അല്ലാത്തതുകൊണ്ട് അടിക്കൊക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ്ട് ഒരു 2 വട്ടം ഞാനൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയൊക്കെ കാണുമ്പോഴേ അറിയാം നല്ല പോലെ ഉടഞ്ഞ് നല്ല വെന്ത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് കേട്ടോ നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. സാധാരണ നമ്മൾ ചേർക്കുന്ന ബേസിക് മസാലകൾ മാത്രമേ ഇതിനകത്തോട്ട് ഞാൻ ചേർക്കുന്നുള്ളൂ. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടേ ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. അത് കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി ചേർക്കണമെങ്കിൽ അത് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണൊക്കെ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പും ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ വഴറ്റിയെടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ നല്ലപോലെ ഒന്ന് മാറിക്കിട്ടണം കേട്ടോ. അതുവരെ നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ദാണ്ടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്.
അപ്പോൾ അതാണ്ട് ഇതുവരെയൊക്കെ ഒന്ന് വഴറ്റി എടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 കപ്പൊക്കെ മതിയാവും കേട്ടോ. ഒരുപാട് വെള്ളം ഒന്നും ചേർക്കരുത്, വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. സാധാരണ പച്ചവെള്ളം തന്നെയാണ് ചേർക്കുന്നത്. ഒരു 1/4 കപ്പിൽ കുറച്ചും കൂടി താഴെയായിട്ടാട്ടോ ഞാൻ ചേർത്തേക്കുന്നത്. ചേർത്തിട്ട് നല്ല പോലെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതിനി നല്ല പോലെ ഒന്ന് തിളച്ച് കിട്ടണം. അപ്പോൾ ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം ദാണ്ടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് വന്നാൽ മതി. ഒരുപാട് നേരം ഇട്ടൊക്കെ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുവരെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മളിവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങുണ്ടല്ലോ, നല്ലപോലെ ഉടച്ചൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാം അങ്ങോട്ട് ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. ആ മസാലയായിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം ഇതുപോലെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പൂരി മസാലയൊക്കെ ഉണ്ടാക്കുമല്ലോ, അതിന് പകരം ദാണ്ട് ഈ ഒരു കറിയും കൂട്ടി പൂരി കഴിച്ച് നോക്കണേ. നല്ല ടേസ്റ്റാണ്, നല്ല കോമ്പിനേഷനുമാണ് കേട്ടോ. അതുപോലെ ദോശേൻ്റെ കൂടെ കഴിക്കാനായാലും ചോറിൻ്റെ കൂടെ കഴിക്കാനായാലും ബെസ്റ്റാണ്. അപ്പോൾ ദാണ്ട് ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. കാര്യം ആ മസാലയൊക്കെ ഉരുളക്കിഴങ്ങിനകത്തൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ദാണ്ട് ഒന്നായിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു ഉരുളക്കിഴങ്ങ് തക്കാളി മസാലയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. വളരെ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് അല്ലേ ഉള്ളൂ, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഐറ്റംസ് വീട്ടിലുള്ളത് തന്നെയാണ്. അപ്പോൾ ദാണ്ട് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇന്ന് ചോറിനൂടെ കഴിക്കാനാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ഒരു കറിയും വേണ്ട, ഇത് മാത്രം കൂട്ടി ഞാൻ ചോറ് കഴിക്കും കേട്ടോ. അപ്പോഴും ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. കാണുമ്പോഴേ കഴിക്കാൻ തോന്നുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല, ഉടനെ തന്നെ ഇത് ചോറിൻ്റെ കൂടെ വെച്ചങ്ങോട്ട് കഴിക്കാം. ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ ഇങ്ങനെ പെരട്ടി കഴിക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കട്ടോ. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.